അജ്ഞതയുടെ ഇരുൾ മൂടിയ അറേബ്യൻ മണലാരണ്യത്തിലേക്ക് ഹിറാ ഗുഹയുടെ തിളക്കവുമായി കടന്നുവന്ന പ്രകാശഗോപുരം. മക്കയുടെ പൊന്നോമനയായി, ആമിന ബീവിയുടെ അരുമപ്പൈതലായി, അബ്ദുള്ളയുടെ കൺമണിയായി ലോകഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതരായ പുണ്യസുദിനം. അന്ധകാരത്തിന്റെ താഴ്വരകൾ, അജ്ഞതയുടെ കാർമേഘങ്ങൾ, അറേബ്യൻ മണലാരണ്യത്തെ ഇരുൾ മൂടിയ കാലം. പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ മണ്ണിലിട്ട് മൂടിയ, ഗോത്രങ്ങൾക്കിടയിൽ പകയുടെയും ചോരയുടെയും തോരാമഴ പെയ്തിരുന്ന ഇരുണ്ട യുഗം. അവിടെ നീതി നിഷേധിക്കപ്പെട്ട അടിമകളുടെയും അശരണരുടെയും വിലാപങ്ങൾ മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റിൽ അലിഞ്ഞില്ലാതായി. ആ അന്ധകാരത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ, ലോകത്തിന് വെളിച്ചമേകാൻ ഒരു സൂര്യോദയത്തിനായി കാലം ദാഹത്തോടെ കാത്തിരുന്നു. പ്രതീക്ഷയുടെ പൊൻപുലരി. ക്രിസ്തുവർഷം 570. ചരിത്രം അതിനെ ആനക്കലഹത്തിന്റെ വർഷം, ഇയർ ഓഫ് എലഫന്റ് എന്ന് വിളിച്ചു. അബ്രഹത്തിന്റെ അഹങ്കാരത്തെ അബാബീൽ പക്ഷികളെ കൊണ്ട് നാഥൻ തരിപ്പണമാക്കിയ കാലം. റബീഉൽ അവ്വൽ മാസത്തിലെ വസന്തം വിടരുന്ന 12-ാം രാവ്. പുലരിയുടെ പൊൻകിരണങ്ങൾ മക്കയുടെ മണ്ണിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ ആ മഹാപ്രകാശം ഭൂമിയിലേക്ക് വന്നെത്തി. അബ്ദുള്ളയുടെയും ആമിന ബീവിയുടെയും അരുമ പൈതലായി, ലോകത്തിന്റെ അന്ത്യനാൾ വരെയുള്ള വഴികാട്ടിയായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതനായി. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഹോസ്തുറക്ക് കടപ്പുറം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയാണ് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും മഹല്ല് നിവാസികളും